എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിജിത്ത് ഓമനക്കുട്ടൻ. ഞാൻ കേട്ടിട്ടുള്ള പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും വായിച്ചിട്ടുള്ള പല പുസ്തകങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമുക്ക് എല്ലാ മേഖലകളിലും നമുക്കൊരു ശത്രു ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തികളുണ്ടായിരിക്കും. ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് നായക പരിവേഷമാണെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് വില്ലൻ പരിവേഷമായിരിക്കും. അതിപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, നമ്മൾ ജീവിക്കുന്ന ഒരു പരിസരത്ത് പോലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മുടെ പ്രവൃത്തിയിൽ ഇഷ്ടപ്പെടാത്ത, നമ്മുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കൂട്ടം ആൾക്കാരോ മിനിമം ഒരാളെങ്കിലും എല്ലാ സ്ഥലത്തും കാണും എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മറ്റൊരു മനുഷ്യനല്ല നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു. ഇത് നമുക്ക് കുറച്ച് വൈകിയേ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ജീവിതം ഏകദേശം പൂർണ്ണമായിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ എടുത്തുപിടിച്ച് ഈ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പല ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാര്യം നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ആ രീതിയിലാണ് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പല ആൾക്കാരും നമ്മളെ നെഗറ്റീവ് പറയുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതങ്ങനെ തന്നെയാണ്. അത് ആരുടെയും കുറ്റവും കാര്യങ്ങളൊന്നും തന്നെയല്ല. നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് നമ്മുടെ ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ ബ്രെയിനും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ പതിയെ അത് വിശ്വസിച്ച് നമ്മൾ അതിലേക്ക് കുറച്ച് മാറ്റങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇതൊക്കെ റിയാലിറ്റി ആണ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം രാവിലെ നേരത്തെ എണ്ണീക്കാനായിട്ട് രാത്രി പ്ലാൻ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നു. ഓക്കെ, കുറച്ച് ദിവസം എണ്ണീക്കുന്നു, കൂടിപ്പോൾ ഒരാഴ്ചത്തേക്ക് എണ്ണീക്കുന്നു. അതിനുശേഷം വീണ്ടും ആ പഴയ ലൈഫിലോട്ട്, അതായത് രാത്രി വൈകി കിടന്ന് രാവിലെ വൈകി എണ്ണീക്കുന്ന രീതിയിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് ബുക്ക് തുറന്ന് കുറച്ച് സമയം വായിക്കുന്നു, പെട്ടെന്ന് ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുന്നു, നേരെ ഇൻസ്റ്റാഗ്രാമിലായിട്ട് ആയിരിക്കും പോകുന്നത്, ഉറപ്പല്ലായോ. ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകുന്നു, റീല് കാണുന്നു, ഒരു നല്ലൊരു കോമഡി റീല് കാണുന്നു, ചിരിക്കുന്നു, ഒരു സങ്കടമുള്ള റീല് കാണുന്നു, കുറച്ച് സമയം വിഷമിക്കുന്നു, പിന്നെ അതേപോലെ തന്നെ റിലേറ്റബിൾ ഉള്ള കുറച്ച് റീൽസ് കാണുന്നു. അപ്പോൾ നമ്മൾ അതെന്താ ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്നു, സ്റ്റോറി ഇടുന്നു. ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ കൈവിരലുകൾ ആദ്യം പോകുന്നത് ഇൻസ്റ്റാഗ്രാം എന്ന ആപ്പിലേക്കായിരിക്കും. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് പോകണമെന്ന് പറഞ്ഞായിരിക്കില്ല ഫോൺ എടുക്കുന്നത്, വേറെ എന്തെങ്കിലും കാര്യം നോക്കാൻ വേണ്ടി നമ്മൾ ഫോൺ എടുക്കുന്നത്. പക്ഷെ നമ്മുടെ കൈവിരൽ ആദ്യം പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ആ റീൽ സെക്ഷനിലേക്കും തന്നെയാണ്. കാര്യം എന്നെ തന്നെ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. ഞാൻ ഫോൺ എടുക്കുന്നത് ചിലപ്പം അല്ലെങ്കിൽ കോൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തെ ആവശ്യത്തിനായിട്ടായിരിക്കും ഫോൺ എടുക്കുന്നത്. പക്ഷേ എൻ്റെ കൈവിരൽ ആദ്യം പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്ക് തന്നെയാണ്. ഇത് ഞാൻ അനലൈസ് ചെയ്ത്. കാര്യം മനസ്സൊരിക്കലും ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകണമെന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആ ബ്രെയിന് പ്രവർത്തിച്ച് നമ്മുടെ ആ കൈവിരലുകളെ ആദ്യം കൊണ്ടുപോകുന്നത് ആ ഇൻസ്റ്റാഗ്രാം എന്ന ആപ്പിലേക്ക് തന്നെ, റീൽസ് സെക്ഷനിലേക്ക് തന്നെയാണ്. കുട്ടികൾ, മുതിർന്നവർ എല്ലാവരും ഇപ്പം ആ ഇൻസ്റ്റാഗ്രാം റീൽസിന് അഡിക്റ്റഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞാൻ എന്തുകൊണ്ട് ഇത് ഫോണിൽ കൂടി തന്നെ പറയുന്നത്. പക്ഷേ എനിക്ക് എന്നെ തന്നെ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പം വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരാൾക്ക് പോലും ഒരു ദിവസം പോലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാൻ കഴിയത്തില്ല. രാവിലെ എണ്ണീറ്റാൽ പോലും നമ്മൾ ആദ്യം തപ്പുന്നത് നമ്മുടെ ഫോണ് ആ ടേബിളിലുണ്ടോ ബെഡിലുണ്ടോ എന്ന് തന്നെ ആയിരിക്കും. എന്നിട്ട് ആദ്യം പോകുന്നത് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലേക്കോ വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ തന്നെ ആയിരിക്കും. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ എപ്പോഴും നല്ല എന്റർടൈൻമെന്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഹോർമോണാണ് നമ്മുടെ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡോപ്പമിൻ ഉത്പാദിപ്പിക്കുന്ന നമുക്കൊരു ലഹരി പോലെയാണ് നമ്മുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക് തോന്നുന്നത്. അപ്പം ഈ ബ്രെയിനിന് ഇത് ഡോപ്പമൈൻ എന്നുള്ള സാധനം വേണം എന്നൊരു ചിന്തയിലേക്ക് പോയിട്ട് നമുക്ക് എന്റർടൈൻമെന്റിനായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് അവിടെ ഇല്ലാതായി പോകുന്ന ഒരു കാര്യം നമ്മുടെ ഫ്യൂച്ചറും നല്ല നല്ല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കുറച്ചുകൂടി കണക്ട് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലസമായ മനസ്സ് സാത്താന്റെ കൂടാണെന്ന് പറയും പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തോ ഡിയാക്ടിവേറ്റ് ചെയ്ത് പോയി നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് മാറണമെന്നില്ല. കാര്യം ഈ ഒരു സൂചനകളൊക്കെ ലൈഫിൽ കിട്ടും തോറും നമ്മൾ അതിലേക്ക് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനേക്കുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് ആപ്സ് ഇപ്പൊ നിലവിലുണ്ട്. ഇത്ര നേരം അത് ആപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ആ ആപ്പ് ഓട്ടോമാറ്റിക് ബ്ലോക്ക് ആകും. കുറച്ച് കഴിഞ്ഞ ശേഷം അത് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് ആപ്പൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് അവൈലബിൾ ആവുന്ന രീതിയിലൊക്കെ മാറ്റി. ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോഴായാലും പോലും നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഞാനും എൻ്റെ ലൈഫിൽ ഈ പറയുന്ന എൻ്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പൊ ഞാൻ പെട്ടെന്ന് പഠിക്കാതിരിക്കുമ്പോഴായാലും എനിക്ക് ഫോൺ എടുക്കാനായിട്ടുള്ള ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു മുറി കൊണ്ടുവെക്കും, അല്ലെങ്കിൽ അലമാരിലോട്ട് കൊണ്ടുവച്ചിട്ട് ആ താക്കോല് പൂട്ടിയിട്ട് എന്റെ മുറി അലമാരി പോയിട്ട് ആ അലമാരിലോട്ട് കൊണ്ടുവച്ചിട്ട് എൻ്റെ താക്കോലെടുത്തിട്ട് ഞാൻ ഉള്ളിലുള്ള ഒരു ഷെൽഫ് ഉണ്ട്, അതിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ വന്ന് പഠിക്കാതിരിക്കും. അപ്പം ഇത്രയും ടാസ്ക് ഉണ്ട് ആ ഫോൺ പോയി എടുക്കാനായിട്ട്. അപ്പൊ അത്രയും ടാസ്ക് ഇടുന്നത് നമ്മുടെ ബ്രെയിന് ഇത്രയും മടിയായതുകൊണ്ട് തന്നെ നമ്മൾ ആ പരിപാടി ചെയ്തില്ല, നമ്മൾ അവിടെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലൈഫിൽ നിന്ന് മാറ്റാനും പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനും ഹാബിറ്റ്സ് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ടൊക്കെ എന്നെ സഹായിച്ചൊരു ബുക്കുണ്ട്. ബുക്കിന്റെ പേരാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, നമുക്ക് ഒരു ശീലം, ഒരു നെഗറ്റീവ് ശീലം മാറ്റിയിട്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടൊരു ഹാബിറ്റ് നമുക്ക് എങ്ങനെ ലൈഫിൽ കൊണ്ടുവരാം. ഇതാണ് ആ ബുക്ക്, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്ലിപ്കാർട്ട് വഴി, ആമസോൺ എന്നിവ വഴി നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാനാണ്. വളരെ ഉപകാരപ്രദമായിട്ടൊരു ബുക്കാണ്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലൈഫിന്റെ ഒരു പോക്കും, എന്താ കാര്യങ്ങൾ ലൈഫിൽ മാറ്റണം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളൊരു തോട്ട് മാറ്റി, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടൊരു പ്രവൃത്തി മാറ്റിയിട്ട് പോസിറ്റീവ് ആയിട്ടൊരു പ്രവർത്തിച്ച് നമുക്ക് അതെങ്ങനെ മാറ്റാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായിട്ട് രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും നഷ്ടബോധമായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. ഇതിനുവേണ്ടി കുറച്ച് പൈസ
ഇൻവെസ്റ്റ് ചെയ്താലും. നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും കാര്യം കേട്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ശരിയല്ല, നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മൾ തന്നെയല്ല. ശരിക്കും എല്ലാം നമ്മളെ കൊണ്ട് പറ്റും. നമ്മുടെ ഒരു ബ്രെയിൻ പവറും നമ്മുടെ ഒരു മനഃശക്തിയും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇത് ചെറിയ ചെറിയ ചേഞ്ചുകൾ ഇപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എലോൺ മസ്കിന്റെ ഒരു കോട്ട് കേട്ടായിരുന്നു, ഒരു റീൽ കണ്ടതാ. ശരിക്കും നമ്മൾ ഇത്ര നേരം റീലിനെ പറ്റി വരുന്ന പറഞ്ഞിട്ട് ഇപ്പൊ റീലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല, എനിക്ക് ഗുണമായിട്ട് തോന്നുന്നത് നിങ്ങളുടെ 5 മിനിറ്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി നിങ്ങളുടെ 5 വർഷം അല്ലെങ്കിൽ 50 വർഷമാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയുന്നത്. പുള്ളി പറഞ്ഞാൽ അത് കറക്റ്റ് തന്നെ. അതായത് നമ്മൾ 5 മിനിറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ 10 മിനിറ്റ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടി നമ്മൾ ഫോൺ യൂസ് ചെയ്യും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യസമയത്ത് നമ്മൾ ചെയ്യുന്നില്ല. അത് നമ്മളെ 50 വർഷത്തെ ഒരു ജയിലിലേക്ക് നമ്മൾ തള്ളിവിടും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാതെ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാതെ, നമ്മുടെ സമയത്തിന്റെ ഒരു ഭൂരിഭാഗം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ 4-5 സ്ക്രീനിൽ തന്നെയാണ്. ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാതെ, ആളുകൾക്ക് ഇത് സംസാരിക്കാണ്ട്, എല്ലാത്തിനും ഈ ഒരു ഫോൺ തന്നെ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്താ പറയാ, ഒരു ആഡി വൈബായിട്ട് നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ ചുമ്മാ കലവിൽ കാണിച്ച് നടക്കുന്നതിനെക്കാട്ടും നമ്മുടെ വൈബ് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന്. സത്യമാണത്. വൺ ഡേ യു ഡെഫിനറ്റ്ലി മെച്യൂർഡ്, ദെൻ യു റിയലൈസ് തന്ത വൈബ് ഈസ് ഓൾവേസ് ബെറ്റർ. അപ്പോൾ ഇന്നത്തെ ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമ്മൾ പുതിയ കണ്ടന്റായിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ അഭിജിത്ത്, സൈനിങ് ഔട്ട്.